പുഴയും മഴയും പുലർക്കാലവും. ഹലോ ഗൈസ്, പുലർക്കാലൊക്കെ അടിപൊളിയാണ്. പുറത്ത് നല്ല മഴയുമായിരുന്നു. ഇന്നത്തെ കച്ചവടത്തിനായിട്ട് നേരെ കാറിലേക്ക് കയറിയിട്ടുണ്ട്. നേരെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിച്ചു. ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉച്ചവരെ ഇതൊക്കെ തന്നെയായിരിക്കും. ഇന്ന് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ചേട്ടന്മാരൊക്കെ ആയിരുന്നു. ബോബിക്ക് ഒരു ഗിഫ്റ്റും രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണിക്കാണ് കഴിച്ചത്. നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോബിക്കുട്ടിക്ക് വീണ്ടും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പട്ടിക്കുട്ടിയോട് കൈ കാണിച്ചപ്പോൾ തന്നെ ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴത്തേക്ക് പിള്ളേരെടുത്ത് തമാശ കളിച്ചുകൊണ്ടിരിക്കും. ഇന്നിങ്ങോട്ട് മഴ കുറവാണെങ്കിലും കാറ്റ് കൂടുതലായിരുന്നു. അങ്ങനെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എന്നാ പോയിട്ടില്ല താനും. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. നേരെ ഞങ്ങൾ ടൗണിലേക്ക് പോകട്ടോ. വീട്ടിൽ നിന്നും 14 കിലോമീറ്റർ ടൗണിലേക്ക് ഉണ്ട്. പോകുന്ന വഴിക്ക് ഇതാ മുളങ്കാടുകളൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. ഇതാണ് നമ്മുടെ കാട്ടിക്കുളം സ്റ്റാൻഡ്. അങ്ങനെ ഞങ്ങൾ കഫേ ഇറ്റാലിയയിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാട്ടോ. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ മാഗി കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ നേരെ മാനന്തവാടിയിലേക്ക്. ഒരു കാര്യമില്ലാണ്ടാണ് മാനന്തവാടി പോയത്. മാനന്തവാടി പോകും വഴി വമ്പം മഴ. എന്തായാലും ഞങ്ങൾ മാനന്തവാടി പോയതല്ല, ഒരു ജാക്കറ്റ് മേടിക്കാന്ന് പറഞ്ഞതേ പോകും. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യും. ഇത് വരുന്നത് നമ്മുടെ മാനന്തവാടി സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇങ്ങനെയാണെങ്കിൽ പിള്ളേരെ എനിക്ക് അടി വാങ്ങി തരും. അത് മാനന്തവാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ നേരെ പോയിട്ട് ഒരു ചായം കുടി. ബേബിക്ക് വീട്ടിലേക്കുള്ള ഒരു കേക്കും പായസത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങി കാറ് മുഴുവൻ ഫുള്ളായിട്ടുണ്ട്. പിള്ളേരുടെ മടിയിലൊക്കെയാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഇവനെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ ഒറ്റപ്പെട്ടു പോയതാ. അതുപോലെ ഒരു കാട്ടുകോഴിയും. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ അർബാനയും തള്ളിയിട്ട് വന്നിട്ടുണ്ട്. തികയാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പിള്ളേരും സഹായിച്ചു. ഞാൻ ചുമക്കുന്നത് 25 കിലോന്റെ അരിയാണെങ്കിൽ 50 കിലോന്റെ വെയിറ്റ് ആണ്. അങ്ങനെ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തി. ഞാൻ വരുമ്പോൾ ബോബിക്കുട്ടിയുടെ കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ബൈ.